ഹലോ ഗൈസ്, ഫാക്ടിഫൈ മലയാളം അവതരിപ്പിക്കുന്ന ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2005 യൂട്യൂബിൽ ആദ്യമായൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. മീ അറ്റ് ദ സൂ എന്നാണ് ആ വീഡിയോയുടെ പേര്. അത് യൂട്യൂബിൻ്റെ ഫൗണ്ടർ തന്നെയാണ് ആ വീഡിയോ ഷൂട്ട് ചെയ്തതും. ഏകദേശം 18 മാസം കഴിഞ്ഞിട്ടാണ്, അതായത് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് 18 മാസം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. യൂട്യൂബിലെ ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് മീ അറ്റ് ദ സൂ ആയിരുന്നു. അപ്പോൾ അന്നാരും തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെർച്ച് എഞ്ചിനായി യൂട്യൂബ് മാറുമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ സംസാരിക്കാൻ പോകുന്നത് യൂട്യൂബിൽ എങ്ങനെ എളുപ്പത്തിൽ ഗ്രോ ചെയ്യാം എന്നതിനെക്കുറിച്ചല്ല. കാരണം യൂട്യൂബിൽ ഒരിക്കലും എളുപ്പത്തിൽ ഗ്രോ ചെയ്യാൻ സാധിക്കുകയില്ല. വർക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഉദാഹരണം ഞാൻ അധികം വർക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാൻ അധികം ഗ്രോ ചെയ്യുന്നുമില്ല. പക്ഷേ ഈ ഡേറ്റ് ഞാൻ കുറച്ച് റെഗുലറായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഭാവിയിൽ ഞാൻ വളരുമോ എന്ന് കണ്ടറിയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് യൂട്യൂബിൽ ഗ്രോ ചെയ്യാൻ കഴിയുന്ന നല്ല റീച്ച് കിട്ടുന്ന ചില ടോപ്പിക്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അതായത് വ്യൂസ് നല്ലോണം കിട്ടുന്ന ചില ടോപ്പിക്സാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ ആ തരത്തിലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന കുറേ ചാനലുകൾ നല്ല റീച്ചിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ചാനലുകളെ പരിശോധിച്ച് നമുക്ക് ആ ടോപ്പിക്സ് കണ്ടെത്തി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായി ഞാൻ പറയാൻ പോകുന്നത് ഫണ്ണി ആനിമൽസ് അഥവാ മൃഗങ്ങളെക്കുറിച്ചുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ചാനലുകളെ കുറിച്ചാണ്. അതായത് ഞാൻ ഇപ്പോൾ അടുത്ത് തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് എൻ്റെ സിസ്റ്ററിനെ ചില കാറ്റ്സിൻ്റെ വീഡിയോസൊക്കെ, പൂച്ചയുടെ വീഡിയോസൊക്കെ കാണിച്ചെടുക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ കാണിച്ചു കൊടുത്തപ്പോൾ ഞാൻ നോക്കിയപ്പോൾ മനസ്സിലായത് മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് വ്യൂസാണ് ഇങ്ങനത്തെ ചാനലുകൾക്കുള്ളത്. അതായത് മൃഗങ്ങളെക്കുറിച്ചിട്ടുള്ള ഫണ്ണി വീഡിയോസും അതുപോലെ തന്നെ സീരിയസ് ആയ ചാനലുകളുമുണ്ട്. നാഷണൽ ജോഗ്രഫിയുടെ ഒക്കെ തന്നെ സീരിയസ് ആയ ചാനലുകളും യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പോൾ മൃഗങ്ങളെക്കുറിച്ചുള്ള ചാനലുകൾക്ക് യൂട്യൂബിൽ നല്ല റീച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചാനലുകൾ തുടങ്ങിയാലും നിങ്ങൾക്ക് നല്ല റീച്ച് കിട്ടും. അതായത് നിങ്ങളൊരു പെറ്റ് ലവർ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാവുന്നതാണ്. രണ്ടാമതായി ഞാൻ പറയാൻ പോകുന്നത് വീഡിയോ ഗെയിംസും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയും കുറിച്ചാണ്. നിങ്ങൾക്കറിയാം PewDiePie, വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് യൂട്യൂബേഴ്സ് ഇൻ ദ വേൾഡ് എന്ന് പറയാം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബർ ഉള്ള ഒരു യൂട്യൂബ് ചാനലാണ് PewDiePieയും വീഡിയോ ഗെയിംസിൻ്റെയുമായി ഒരു കൃത്യമായ റിലേഷൻ ഉണ്ട്. കാരണം PewDiePie ആദ്യമൊക്കെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് മൈൻക്രാഫ്റ്റ് എന്ന ഗെയിമിനെ കുറിച്ചായിരുന്നു. മൈൻക്രാഫ്റ്റ് എന്ന ഈ ഗെയിമിന് മാത്രം 1000-ലധികം പോപ്പുലറായ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ ഗെയിംസ് ഇന്ന് കേരളത്തിൽ തന്നെ ധാരാളം ഗെയിമിംഗ് ചാനൽസ് ഉണ്ട്. കാസ്ട്രോ ഗെയിമിംഗ്, ബ്ലൈൻഡ് സൈക്കോ ഗെയിമിംഗ്, അങ്ങനെ ധാരാളം ഗെയിമിംഗ് ചാനൽസ് കേരളത്തിൽ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ 500-ലധികം സബ്സ്ക്രൈബേഴ്സ് കാസ്ട്രോ ഗെയിമിങ്ങിന് തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം കേരളത്തിൽ എത്രത്തോളം ഗെയിമിംഗ് ചാനൽസ് ഇപ്പോൾ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന്. അതുകൊണ്ട് ഗെയിമിംഗ് ചാനൽസും ലോകത്ത് വളരെ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം തന്നെയാണ്. മൂന്നാമതായി ഞാൻ പറയാൻ പോകുന്നത് ഹൗ ടു വിഭാഗത്തിൽ പെടുന്നതും ട്യൂട്ടോറിയൽ വീഡിയോസും ഒക്കെയാണ്. ട്യൂട്ടോറിയൽ വീഡിയോസ് എന്ന് പറയുമ്പോൾ കിച്ചൺ ട്യൂട്ടോറിയൽസും എല്ലാം ഇതിൽ പെടും. കാരണം നിങ്ങൾക്കറിയാം 5 മിനിറ്റ് ക്രാഫ്റ്റ് എന്ന് പറയുന്ന പോലെയുള്ള യൂട്യൂബ് ചാനൽസിനെ കുറിച്ചിട്ട് 5 മിനിറ്റ് ക്രാഫ്റ്റ് എന്ന യൂട്യൂബ് ചാനൽ മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനലാണ്. അപ്പോൾ അവർക്ക് ഉണ്ടാകുന്ന സപ്പോർട്ടും അവരുടെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. അവർക്ക് വ്യൂസും വളരെയധികം കൂടുതലാണ്. കാരണം അവർ യൂട്യൂബ് എന്ന സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല അവർ നിലനിൽക്കുന്നത്. കാരണം യൂട്യൂബിൽ നിന്ന് അവർ ഫേസ്ബുക്ക് മറ്റ് പലതരത്തിലുള്ള ഓൺലൈൻ വീഡിയോ പ്ലാറ്റ്ഫോംസിലേക്കും അവർ ചേക്കേറിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ട്യൂട്ടോറിയൽ വീഡിയോകൾക്കും ഹൗ ടു വീഡിയോസിനെല്ലാം ധാരാളം വ്യൂസ് കിട്ടുന്നുണ്ട്. കാരണം ആളുകൾക്ക് കണ്ടിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് കൂടുതൽ താല്പര്യം. കേൾക്കുന്നതിനേക്കാളും കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് കൂടുതൽ താല്പര്യം. അതുകൊണ്ട് തന്നെ ഈ 5 മിനിറ്റ് ക്രാഫ്റ്റ് പോലെയുള്ള യൂട്യൂബ് ചാനൽസ് കാണിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അവർ വിഷ്വൽ ഇമ്പാക്റ്റാണ് നമ്മളിൽ ചേർത്തുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾ ഇങ്ങനത്തെ വീഡിയോസിൽ കൂടുതൽ അഡിക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതലായും ഗേൾസാണ് ഈ 5 മിനിറ്റ് ക്രാഫ്റ്റ് പോലെയുള്ള യൂട്യൂബ് ചാനലുകളിൽ കൂടുതൽ അഡിക്റ്റായി മാറുന്നത്. ഒരു സർവേ പഠനം പറയുന്നതാണ്. അപ്പോൾ അടുത്ത വിഭാഗം നോക്കാം. അപ്പോൾ നാലാമതായി ഞാൻ പറയാൻ പോകുന്നത് പ്രൊഡക്റ്റ് റിവ്യൂസിനെ കുറിച്ചാണ്. ഇപ്പോൾ ഏകദേശം ഭൂരിഭാഗം ആളുകളും ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഏതൊരു വസ്തു നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങുകയാണെങ്കിലും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് റിവ്യൂസ് നമ്മൾ യൂട്യൂബിൽ നോക്കും. അതും ഒരു ചാനലിൽ നിന്നല്ല നമ്മളത് കാണുക, പല ചാനലുകളിൽ നോക്കി അവരോരോരുത്തരും പറയുന്ന പോയിന്റ്സ് എല്ലാം കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം ആ പ്രൊഡക്റ്റിനുള്ള ക്വാളിറ്റീസും ഡിസഡ്വാൻറ്റേജസും എല്ലാം മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇന്നൊരു പ്രൊഡക്റ്റ് നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങുന്നത്. അപ്പോൾ തന്നെ മനസ്സിലാകും ഇങ്ങനെയുള്ള ചാനൽസിന് വരാൻ പോകുന്ന ഇമ്പോർട്ടൻസ് എന്താണെന്ന്. അപ്പോൾ ഓൺലൈനിൽ പോസിറ്റീവ് റിവ്യൂസ് ഒരു പ്രൊഡക്റ്റിന് കിട്ടിയാൽ മാത്രമേ ആളുകൾ ആ പ്രൊഡക്റ്റ് വാങ്ങുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കാറിനെ പറ്റിയിട്ടുള്ളതാണെങ്കിലും കിച്ചൺ എക്യുപ്മെൻറ്റ്സിനാണെങ്കിലും മേക്കപ്പ് ആയെങ്കിലും ഇപ്പോൾ ഗാഡ്ജറ്റ്സ് ആണെങ്കിലും എന്തുമാകട്ടെ റിവ്യൂ ചെയ്യുന്നവർക്ക് നല്ല വ്യൂസ് കിട്ടുന്നുണ്ട്. കാരണം ആളുകൾ ഈ ഓൺലൈൻ ഷോപ്പിങ്ങിലേക്ക് നന്നായി തിരിഞ്ഞത് കൊണ്ട് തന്നെയാണ്. അഞ്ചാമതായി പറയാം സെലിബ്രിറ്റി ഗോസിപ്പ് വീഡിയോസ്. വളരെ സിമ്പിളായി പറഞ്ഞുതരാം.
നടിക്ക് സംഭവിച്ചത് എന്ത്? ശേഷം മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് വ്യൂസ് ആണ് അങ്ങനെയുള്ള വീഡിയോകൾ കിട്ടുന്നത്. വെറുതെ ഒരു ടൈറ്റിൽ കൊടുത്താൽ മതി, നടിക്ക് സംഭവിച്ചത് എന്ത്. ഇങ്ങനെയുള്ള വീഡിയോസ് മലയാളത്തിൽ തന്നെ ധാരാളമുണ്ട്. അതിലുണ്ടാവുക വളരെ ലഘുവായ എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിലും തമ്മിലെല്ലാം പൊലിപ്പിച്ച് വിടും. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ വീഡിയോസിന് വളരെയധികം വ്യൂസാണ്. ഇപ്പോൾ ഒരു ഗോസിപ്പ് ന്യൂസ് കിട്ടിയ ഒരു സെലിബ്രിറ്റി ഗോസിപ്പ് ന്യൂസ് കിട്ടുകയാണ്, ഒരു നടിയും നടൻ തമ്മിലുള്ള ഒരു ഗോസിപ്പ് ന്യൂസ് കിട്ടുകയാണ്. ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് 4-5 വീഡിയോസ് ഉണ്ടാക്കാമെന്നതാണ് വാസ്തവം. ആദ്യം ഇവർ തമ്മിലുള്ള ഗോസിപ്പിനെ പറ്റി ഒരു വീഡിയോ ഉണ്ടാക്കാം, നടൻ്റെ ഭാഗത്തു നിന്നൊരു വീഡിയോ ഉണ്ടാക്കാം, നടിയുടെ ഭാഗത്തു നിന്നൊരു വീഡിയോ ഉണ്ടാക്കാം, അവസാനം ഇതെല്ലാം കൂടി ഫൈനലൈസ് ചെയ്തുകൊണ്ടൊരു വീഡിയോ ഉണ്ടാക്കാം. അതുകൊണ്ട് ഗോസിപ്പ് വീഡിയോസിൽ വളരെയധികം വ്യൂസ് കിട്ടുന്നത്, റീച്ച് കിട്ടുന്നതാണ്. ആറാമതായി ഞാൻ പറയാൻ പോകുന്നത് വ്ളോഗിങ് ചാനലുകളെ കുറിച്ച് തന്നെയാണ്. പണ്ടൊക്കെ വ്ളോഗ്സ് എഴുതുമായിരുന്നു ഇൻ്റർനെറ്റിൽ, ഇന്ന് അതിനെ വീഡിയോ രൂപത്തിലാക്കി വ്ളോഗുകളായി മാറിയിരിക്കുന്നു. വ്ളോഗുകൾക്ക് ഇത്രയധികം വ്യൂസ് കിട്ടാൻ കാരണം മറ്റൊരാളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ആകാംക്ഷ തന്നെയാണ്. പേഴ്സണലി ഞാനൊരു വ്ളോഗ് കാണുന്ന ഒരാളാണ്. ഞാൻ മലയാളത്തിൽ പല ആളുകളുടെയും വ്ളോഗ്സ് ഞാൻ കാണാറുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, വ്ളോഗ്സ് കാണുമ്പോൾ അവരുടെ ജീവിത ശൈലിയും അവരുടെ ലൈഫ് സ്റ്റൈലും അവർ കാണിക്കാൻ പോകുന്ന കാര്യങ്ങളും അവരുടെ അഡ്വഞ്ചറസ് ലൈഫൊക്കെ കാണാൻ വളരെ എനിക്ക് പേഴ്സണലി വളരെ താല്പര്യമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ വ്ളോഗിങ് ചാനലുകൾക്ക് നല്ലോണം വ്യൂസ് കിട്ടുന്നുണ്ട്. അതുമാത്രമല്ല, ഏതൊരു വിഭാഗത്തിൽപ്പെടുന്ന ചാനലുകളായിക്കോട്ടെ, അതായത് ഇപ്പോൾ ഗെയിമിംഗ് ആയിക്കോട്ടെ, എന്തെങ്കിലും ഫാക്റ്റുകൾ, അങ്ങനെ പല യൂട്യൂബ് ചാനലുകളുണ്ട്. അപ്പോൾ ഇവർക്കെല്ലാവർക്കും സബ്ബായിട്ട് യൂട്യൂബ് ചാനൽ കാണും. അത് മെയിനായി ബേസ് ചെയ്യുന്നത് വ്ളോഗിങ്ങിനായിരിക്കും, അവരുടെ ഡെയിലി ലൈഫ് ആൻഡ് റുട്ടീൻസിനെ കുറിച്ചായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ യൂട്യൂബ് വീഡിയോസിനും നല്ല റീച്ച് കിട്ടുന്നുണ്ട്. അവസാനമായി ചുരുക്കം ചില ചാനലുകൾ നമുക്ക് പരിചയപ്പെടാം. ചുരുക്കം ചില ചാനലുകൾ എന്ന് പറയുന്നത്, അതായത് ഈ കോമഡീസൊക്കെ അവതരിപ്പിക്കുന്ന ചാനലുകളുണ്ട്. അതുപോലെ അൺബോക്സിങ്, മറ്റ് പ്രധാനപ്പെട്ട ഒരു വിഭാഗം എന്ന് പറയുന്നത് പ്രാങ്ക് അവതരിപ്പിക്കുന്ന ചാനൽസാണ്. പ്രാങ്കിങ് ചെയ്യുന്ന ചാനൽസിന് മില്യൺസ് ഓഫ് വ്യൂസ് കിട്ടുന്നുണ്ട്. കാരണം പ്രാങ്ക് കാണുന്നത് ഒരു കമ്മ്യൂണിറ്റി മാത്രമല്ല, ഒരു കൂട്ടം കമ്മ്യൂണിറ്റിയാണ് പ്രാങ്ക് വീഡിയോസ് കാണുന്നത്. ഇപ്പോൾ കേരളത്തിലുള്ള ഞാനൊരു പ്രാങ്ക് വീഡിയോ ചെയ്യുകയാണെങ്കിൽ അത് കാണാൻ പോകുന്നത് കേരളത്തിൽ മാത്രമുള്ള ആളുകളായിരിക്കില്ല. അത് ഇന്ത്യയിൽ തന്നെ പോപ്പുലർ ആവും, ചിലപ്പോൾ വേൾഡ് ട്രെൻഡിങ്ങിൽ വരെ പോപ്പുലറായി വരാവുന്ന ഒരു വിഭാഗമാണ് പ്രാങ്ക് വീഡിയോസ്. കാരണം ആളുകൾ പ്രാങ്ക് വീഡിയോസ് ഇഷ്ടപ്പെടാൻ കാരണം ഇറ്റ്സ് ക്വൈറ്റ് റിലാക്സിങ്. അതുകൊണ്ട് തന്നെയാണ് പ്രാങ്ക് വീഡിയോസ് ആളുകൾ കാണാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഒന്ന് മതിമറന്ന് ചിരിക്കാനും ആസ്വദിക്കാനും കഴിയുന്ന ഒരു വിഭാഗമാണ് പ്രാങ്ക് വീഡിയോസ്. അതുപോലെ തന്നെ കോമഡി ചാനൽസൊക്കെ ഉണ്ട്. കോമഡി സ്കിറ്റ്സ്, സ്റ്റാൻഡപ്പ് കോമഡീസൊക്കെ അവതരിപ്പിക്കുന്ന കുറേ ചാനലുകളുണ്ട്. ഞാൻ പേഴ്സണലി സ്റ്റാൻഡപ്പ് കോമഡീസ് കാണുന്ന ഒരാളാണ്. കുറേയധികം സ്റ്റാൻഡപ്പ് കോമഡി ചാനൽസ് ഞാൻ കാണാറുണ്ട്. കൂടുതലും തമിഴിലാണ് സ്റ്റാൻഡപ്പ് കോമഡി ചാനൽസ് ഉള്ളത്. അപ്പോൾ അവരുടെ വീഡിയോസൊക്കെ ഞാൻ നന്നായി കാണാറുണ്ട്. അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഏറ്റവും കൂടുതൽ വ്യൂസ് വരുന്ന ഒരു കൂട്ടം ചാനൽസ് ഏതൊക്കെയാണെന്ന്. അപ്പോൾ നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ടെങ്കിൽ, ഈ വിഭാഗത്തിൽപ്പെടുന്ന ചാനൽസ് നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായി പെട്ടെന്ന് തന്നെ വളരാൻ സാധിക്കും. പെട്ടെന്ന് പറയുമ്പോൾ ഒന്ന് കൃത്യമായി വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് വളരാൻ സാധിക്കും. അതല്ല, തനിക്കൊരു കഴിവുണ്ട്, ആ കഴിവിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുകയെങ്കിൽ നിങ്ങൾക്ക് ആ മേഖലയിൽ സ്വന്തമായ ഒരു കമ്മ്യൂണിറ്റി സൃഷ്ടിക്കാനും അതിൽ നിന്നും വളരാനും സാധിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം.